നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേസിലെ മുഖ്യപ്രതിയുടെ അഭിഭാഷകനായ KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതിൽ അനാവശ്യ തിടുക്കമുണ്ടെന്നും പിണറായി. തൃശൂർ എരുമപ്പെട്ടിയിൽ കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിൽ ഇടിച്ചു കയറി. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ലോട്ടറി കടയും തകർത്തു. വനിതകൾക്കായുള്ള KSRTC സൗജന്യ യാത്ര ആളെ പറ്റിക്കുന്ന പദ്ധതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്രയെന്ന് പറഞ്ഞവർ വാക്കുപാലിച്ചില്ല. ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുമെന്നും MV ഗോവിന്ദൻ. ലഹരി മാഫിയയെ തുരത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് വിജയകരമായി മുന്നേറ്റം. പാലക്കാട് തൃത്താലയിൽ വീട്ടിൽ സൂക്ഷിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിൽ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നതായി സംശയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കേസിലെ മുഖ്യപ്രതിയുടെ അഭിഭാഷകനായ KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതിൽ അനാവശ്യ തിടുക്കം ഉണ്ടായിട്ടുണ്ടെന്നും പിണറായി പറഞ്ഞു. പ്ലീഡർ സ്ഥാനം രാജിവെച്ചതോടെ എല്ലാം അവസാനിച്ചതായി കാണാനാകില്ല. ചുമതലയിലുണ്ടായിരുന്ന ചുരുങ്ങിയ സമയത്ത് പ്രദീപിന്റെ കയ്യിൽ ഏതെല്ലാം ഫയലുകൾ എത്തിയെന്നും എന്തെല്ലാം ചെയ്തെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് സംശയാസ്പദമായ നടപടിയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണെന്ന് പ്രത്യേക അന്വേഷക സംഘം കണ്ടെത്തിയിരുന്നു. എങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്? എന്നാൽ വെറും ചെമ്പുപാളിയാണ് നൽകിയതെന്നായിരുന്നു കോടതിയിലും പുറത്തും സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ പ്രദീപ് പറഞ്ഞിരുന്നത്. പ്രതികളുടെ താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെയാണ് UDF സർക്കാർ ദേവസ്വത്തിന്റെ പ്ലീഡറായി നിയമിച്ചത്. ഇതിൽ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചോ എന്നതിൽ സംശയമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്ത് നിയമവകുപ്പ് കണ്ട് അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി അംഗീകരിച്ച് മന്ത്രിസഭയിലേക്ക് പോവുകയുമാണ് സാധാരണഗതിയിലെ നടപടികൾ. ഈ നടപടിക്രമങ്ങൾ ഇവിടെ പാലിച്ചോ? നിയമനത്തിൽ സ്വീകരിച്ച അനാവശ്യ ധൃതി എന്തിനായിരുന്നു? നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും താൻ അറിഞ്ഞുകൊണ്ടല്ലെന്നുമാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രാഷ്ട്രീയ ആലോചന നടത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. രാജിവെച്ചതോടെ എല്ലാം അവസാനിച്ചെന്ന് കാണാനാകില്ല. ദേവസ്വത്തിന്റെ പ്ലീഡറായി നിയമിതനായ നിമിഷം മുതൽ ഏതെല്ലാം രേഖകൾ കയ്യിലെത്തി എന്നത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. ദേവസ്വം വകുപ്പിന്റെ കയ്യിലുള്ള നിർണായക വിവരങ്ങൾ പ്ലീഡറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? അതിലും അന്വേഷണം നടത്തണം. ഏതെങ്കിലും രേഖകൾ ആ അഭിഭാഷകന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം നിയമനങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം അനുസരിച്ചാണോ നടന്നിട്ടുള്ളത്? ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? ആ അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിൽ ഇടിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി മുട്ടിക്കൽ ഷാപ്പിന് സമീപമാണ് സംഭവം. കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ചു കയറി 15 പേർക്ക് പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി മുട്ടിക്കൽ ഷാപ്പിന് സമീപമാണ് അപകടം നടന്നത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ പാലക്കാട് നിന്നും വരികയായിരുന്ന ടെമ്പോ ട്രാവലറിന് കുറുകെ കാട്ടുപന്നി ചാടിയതോടെ നിയന്ത്രണം വിട്ട ട്രാവലർ പാതയോരത്തെ ലോട്ടറി കടയും ഇടിച്ചു തകർത്ത് സമീപത്തെ മരത്തിലിടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്ന നിലയിലാണ്. പരിക്കേറ്റ പാലക്കാട് സ്വദേശികളായ 49 വയസ്സുള്ള രഞ്ജിത്ത്, 12-കാരൻ അശ്വിൻ, 8 വയസ്സുള്ള നേത്ര, 55-കാരൻ ബാലസുബ്രഹ്മണ്യൻ, 45 വയസ്സുള്ള കണ്ണൻ, 10 വയസ്സുകാരി അനിശ്രീ, 51-കാരി സുവർണ, 44 വയസ്സുള്ള സുകുമാരി, 44-കാരി ലത, 55 വയസ്സുള്ള വിനോദ്, 63-കാരി സുമതി, 17-കാരൻ ഭാഗ്യവ്, 24 വയസ്സുള്ള ദീപ്ത, 17-കാരൻ ഭരത്, 37 വയസ്സുള്ള രത്നകുമാർ എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. KSRTC സൗജന്യ യാത്ര ആളെ പറ്റിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് പറഞ്ഞവർ വാക്ക് പാലിച്ചില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.
KSRTC സൗജന്യ യാത്ര ആളെ പറ്റിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും എല്ലാ ബസ്സിലും സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് പറഞ്ഞവർ വാക്കുപാലിച്ചില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പ്രതിപക്ഷ MLA-മാർ വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിനാശകാലെ വിപരീത ബുദ്ധി എന്നായിരുന്നു CPM വിമർശനങ്ങളോട് ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. വരുന്ന നാളുകളിൽ CPM തെറ്റുതിരുത്തുമായിരിക്കുമെന്നും പ്രതിപക്ഷ MLA-മാരോട് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അതേസമയം UDF സർക്കാരിന്റെ പ്രകടന പത്രികകളിലെ വലിയ വാഗ്ദാനങ്ങളിലൊന്നാണ് നടപ്പാക്കപ്പെടുന്നത്. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മാത്രമായിരിക്കും സൗജന്യയാത്ര. പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഓർഡിനറി ബസ്സുകളിലാണ്. ഓർഡിനറി ബസ്സുകളിൽ തന്നെ 7 വിഭാഗങ്ങളിൽ സൗജന്യയാത്ര ലഭിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഫയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഗ്രാമവണ്ടി എന്നിവയിലാണ് ആനുകൂല്യം. സൗജന്യം ലഭിക്കുന്ന ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കറും പതിക്കും. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമാണ് സൗജന്യയാത്ര. ഒരു തിരിച്ചറിയൽ കാർഡും ഇതിനായി നൽകേണ്ടതില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ കാർഡും വേണ്ട. പദ്ധതിക്ക് ദൂരപരിധിയും നിശ്ചയിച്ചിട്ടില്ല. പാലക്കാട് തൃത്താലയിൽ വീട്ടിൽ സൂക്ഷിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പാലക്കാട് തൃത്താലയിൽ വീട്ടിൽ സൂക്ഷിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് തൃത്താല പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പടിഞ്ഞാറങ്ങാടി കോക്കാട് സ്വദേശി മലയൻചാത്ത് വീട്ടിൽ 34 വയസ്സുള്ള ഷമീം പിടിയിലായത്. പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ച 2.3 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രതിക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ചും മറ്റ് കണ്ണികളുണ്ടോ എന്നതിനെക്കുറിച്ചുമെല്ലാം പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. പഴഞ്ഞി അഞ്ഞൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരണത്തിന് കീഴടങ്ങി. കാട്ടാക്കാമ്പൽ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബെന്നിയാണ് മരണപ്പെട്ടത്. പഴഞ്ഞി അഞ്ഞൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരണത്തിന് കീഴടങ്ങി. കാട്ടാക്കാമ്പൽ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ 72-കാരനായ ബെന്നിയാണ് മരണപ്പെട്ടത്. പഴഞ്ഞി പള്ളിക്ക് സമീപം മങ്ങാട് മൂലയിൽ കഴിഞ്ഞ രാത്രിയോടെയായിരുന്നു അപകടം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ബെന്നിയെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടത്തിൽ പഴഞ്ഞി സ്വദേശികളായ അന്തിക്കാട്ട് വീട്ടിൽ അനീഷ്, സുനി എന്നിവർക്കും പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബെന്നി പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം.